നമസ്കാരം. കൃഷ്ണ മൈൻഡ് പാത്തിലേക്ക് സ്വാഗതം. നമ്മൾ ചില വ്യക്തികളെ കാണാറില്ലേ? അവർ ഒരു മുറിയിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്ക് മാത്രമാകുന്നതായിട്ട്. അവർക്ക് വലിയ സൗന്ദര്യമോ പണമോ ഉണ്ടാകണമെന്നില്ല, എങ്കിലും എല്ലാവരും അവരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിനെയാണ് മാഗ്നറ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഇത് ജനിക്കുമ്പോൾ കിട്ടുന്ന ഒന്നല്ല, മറിച്ച് നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തെ ഒരു കാന്തം പോലെ മാറ്റാനും എല്ലാവരും ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വമായി മാറാനും സഹായിക്കുന്ന 10 രഹസ്യ നിയമങ്ങളെക്കുറിച്ചാണ്. ഈ വീഡിയോ അവസാനം വരെ കാണുക, കാരണം ഓരോ പോയിന്റും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. ഒന്നാമത്തെ നിയമമാണ് അംഗീകാരത്തിന് വേണ്ടി യാചിക്കരുതെന്നത്. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന പേടിയാണ്. ആരെങ്കിലും നമ്മളെ ഒന്ന് നല്ലത് പറയുന്നതിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്നു. മനഃശാസ്ത്രപരമായി ഇതിനെ നീഡി ബിഹേവിയർ എന്ന് വിളിക്കാം. നിങ്ങൾ അതിനുവേണ്ടി എപ്പോഴും മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വില കുറഞ്ഞു വരികയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മറ്റൊരാളുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യകതയില്ല. മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി ദാഹിക്കാതെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ശരിയായ സമയത്ത് നിങ്ങളെ ലോകം ബഹുമാനിച്ചു തുടങ്ങും. രണ്ടാമത്തെ നിയമമാണ് സാവധാനമുള്ള ചലനങ്ങൾ. ആത്മവിശ്വാസമില്ലാത്ത ആളുകൾ എപ്പോഴും വെപ്രാളപ്പെട്ടുകൊണ്ടായിരിക്കും നടക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അവർക്ക് എപ്പോഴും എന്തോ തിരക്കുള്ളതായിട്ട് അനുഭവപ്പെടും. എന്നാൽ നിങ്ങൾ വളരെ ആകർഷകമായ വ്യക്തിത്വമുള്ളവരെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവർ സാവധാനമേ ചലിക്കൂ. അതുപോലെ നിങ്ങളും നിങ്ങളുടെ ചലനങ്ങളിൽ ശ്രദ്ധിക്കുക, ചലനങ്ങളിൽ വേണ്ട മാറ്റം വരുത്തുക. നിങ്ങൾ ഇനി അടുത്ത തവണ ഒരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സംസാരത്തിൻ്റെ വേഗത അല്പം കുറയ്ക്കുക. കൈകളുടെ ചലനങ്ങൾ പക്വതയോടെ ആക്കുക. നിങ്ങൾ സാവധാനം ചലിക്കുമ്പോൾ സാഹചര്യങ്ങൾ എൻ്റെ നിയന്ത്രണത്തിലാണ് എന്നൊരു സന്ദേശമാണ് നിങ്ങൾ മറ്റുള്ളവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നൽകുന്നത്. ഇത് മറ്റുള്ളവർ അട്രാക്ട് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയായി മാറാൻ വളരെയധികം സഹായിക്കുന്ന ഘടകമാണ്. ഇനി മൂന്നാമത്തെ നിയമമാണ് കണ്ണുകളിൽ നോക്കി സംസാരിക്കുക. കണ്ണുകളിൽ നോക്കി സംസാരിക്കാൻ ഭയപ്പെടുന്നവർ ഒരിക്കലും ഒരു മാഗ്നറ്റിക് പേഴ്സണാലിറ്റി ആകാൻ കഴിയില്ല. സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടെ താഴേക്കോ വശങ്ങളിലേക്കോ നോക്കുന്നത് നിങ്ങൾ എന്തോ ഒളിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കെന്തോ ഭയമുണ്ടെന്ന് തോന്നിപ്പിക്കും. ഇത് ആത്മവിശ്വാസം ഇല്ലായ്മയുടെ ലക്ഷണമാണ്. ആത്മവിശ്വാസമില്ലാത്ത ആരെയും മറ്റാരും ബഹുമാനിക്കുകയില്ല. ഇനി നിങ്ങൾ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ ഏകദേശം ഒരു 70% സമയവും അവരുടെ കണ്ണുകളിൽ മാത്രം നോക്കി സംസാരിക്കുക. അവർ സംസാരിച്ചു നിർത്തിയാലും പെട്ടെന്ന് നോട്ടം മാറ്റാതെ ഒരു സെക്കൻഡ് കൂടി ചെറിയൊരു പുഞ്ചിരിയോടുകൂടി നോക്കുക. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം പ്രകടമാക്കും. എല്ലാവരും ആകർഷിക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവാണ് നല്ല ശ്രോതാവാകുക, അഥവാ ഒരു ലിസണർ ആകുക എന്നത്. ലോകത്തിലെ ഏറ്റവും വലിയൊരു രഹസ്യം ഇതാണ്: എല്ലാവർക്കും സ്വന്തം കഥകൾ പറയാനാണ് ഇഷ്ടം. സ്വന്തം നേട്ടങ്ങൾ മാത്രം വിളിച്ചു പറയുന്നവർ മറ്റുള്ളവർക്ക് ബോറടി ഉണ്ടാക്കും. ആകർഷകമായ വ്യക്തിത്വങ്ങളുള്ളവർ ഒരിക്കലും ഇങ്ങനെ ചെയ്യാറില്ല. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു നല്ല ശ്രോതാവാകാൻ ശ്രമിക്കുക. മറ്റുള്ളവരോട് അവരെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. അതിനുശേഷം എന്തുണ്ടായി, നിങ്ങൾക്കിപ്പോൾ എന്തു തോന്നി എന്നിങ്ങനെ അവരെ സംസാരിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളൊന്ന് സംസാരിച്ചില്ലെങ്കിൽ പോലും ആ വ്യക്തി ചിന്തിക്കുക, ഇയാൾ എത്ര നല്ല മനുഷ്യനാണ് എന്നായിരിക്കും. കാരണം നിങ്ങൾ നൽകിയത് നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയാണ്. എല്ലാവർക്കും വേണ്ടത് അറ്റൻഷൻ അഥവാ ശ്രദ്ധയാണ്. അഞ്ചാമത്തെ നിയമമാണ് നോ പറയാൻ പഠിക്കുക. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നോക്കുന്ന പീപ്പിൾ പ്ലീസേഴ്സിനെ ആരും ബഹുമാനിക്കില്ല. എല്ലാവരോടും ശരിയെന്ന് പറയുന്നവർ ഒരു യൂസ് ആൻഡ് ത്രോ വസ്തുവായി മാറും. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യമാണെങ്കിൽ അത് മാന്യമായി നിരസിക്കാൻ ധൈര്യം കാണിക്കുക. എനിക്കിപ്പോൾ വരാൻ കഴിയില്ല എന്ന് നിങ്ങൾ ആത്മവിശ്വാസത്തോടെ പറയുമ്പോൾ നിങ്ങളുടെ സമയത്തിന് നിങ്ങൾ നൽകുന്ന വില മറ്റുള്ളവർക്കും മനസ്സിലാകും. ഇത് നിങ്ങളോടുള്ള ബഹുമാനം വർദ്ധിപ്പിക്കും.
ആറാമത്തെ നിയമമാണ് നിശബ്ദതയെ ആസ്വദിക്കുക. നിങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ഒരു മൗനം വന്നാൽ പലരും ടെൻഷൻ അടിക്കാൻ തുടങ്ങും. തുടർന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ നോക്കും. എന്നാൽ ആകർഷകമായ വ്യക്തിത്വമുള്ളവർ ആ നിശബ്ദതയെ ഭയപ്പെടത്തില്ല. അവരങ്ങനെ വെപ്രാളപ്പെട്ട് സംസാരിക്കുകയുമില്ല. ഒരാൾ ഒരു ചോദ്യം ചോദിച്ചാൽ ഉടനെ മറുപടി നൽകണമെന്ന് നിർബന്ധമില്ല. 3 സെക്കൻഡ് ഒന്ന് നിർത്തി അയാളുടെ കണ്ണുകളിൽ നോക്കി ചിന്തിച്ച ശേഷം മാത്രം സംസാരിക്കുക. ഇത് നിങ്ങളുടെ വാക്കിന് പൊന്നിൻ്റെ വിലയാണ് നൽകുക. ഇതിനിടയിൽ ഉണ്ടാകുന്ന നിശബ്ദത നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ആ നിശബ്ദതയെ ആസ്വദിക്കുക. ഏഴാമത്തെ നിയമമാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. മറ്റുള്ളവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി നടക്കാതെ സ്വന്തം ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ശരീരം നന്നാക്കുക, പുതിയ അറിവുകൾ നേടുക, നിങ്ങളുടെ കരിയറിൽ വിജയം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുക. നിങ്ങൾ സ്വന്തം കാര്യങ്ങളിൽ തിരക്കുള്ളവരാകുമ്പോൾ സ്വാഭാവികമായും മറ്റുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. സൂര്യൻ പ്രകാശിക്കുമ്പോൾ ഗ്രഹങ്ങൾ താനെ അതിനു ചുറ്റും കറങ്ങുന്നത് പോലെ നിങ്ങൾ നിങ്ങളെ തന്നെ മിനുക്കിയെടുക്കുക. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ പുറകെ വരും. എട്ടാമത്തെ നിയമമാണ് അറ്റാച്ച്മെന്റ് ഉപേക്ഷിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിയമം. ഒരാൾ നിങ്ങളെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും, ഒരാൾ നിങ്ങളോട് സംസാരിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊരു മാറ്റവും സംഭവിക്കില്ല എന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ ഉയരണം. അത് വളരെ ഈസിയായ ഒരു കാര്യമല്ല. നമ്മൾ സാവധാനം വളർത്തിയെടുക്കേണ്ട ഒരു ക്യാരക്ടറാണ്. എനിക്ക് നിങ്ങളെ ആരെയും നിർബന്ധമില്ല, നിങ്ങളില്ലെങ്കിലും എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന ധൈര്യം വളർത്തിയെടുക്കുക. ഇത്തരത്തിലൊരു ഭാവം നിങ്ങളുടെ മുഖത്തുണ്ടാക്കണം. നിങ്ങൾ ആരുടെയെങ്കിലും പിന്നാലെ നടക്കുമ്പോൾ അവർ നിങ്ങളെ അവഗണിക്കും. എന്നാൽ നിങ്ങൾ അകന്നു നിൽക്കുമ്പോഴോ അവർ നിങ്ങളെ തേടി വരും. ഒമ്പതാമത്തെ നിയമമാണ് സ്വയം ബഹുമാനിക്കുക എന്നുള്ളത്. നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നുവോ അങ്ങനെ മാത്രമേ ഈ ലോകം നിങ്ങളെ കാണൂ. നിങ്ങളൊരു രാജാവാണെന്ന് നിങ്ങൾ സ്വയം വിശ്വസിച്ചാൽ മാത്രമേ മറ്റുള്ളവർ നിങ്ങളെ അങ്ങനെ കാണൂ. നിങ്ങളുടെ ശുചിത്വം, വസ്ത്രധാരണം, സംസാരം ഇതിലൊക്കെ ഒരു നിലവാരം പുലർത്തുക. തമാശയ്ക്ക് പോലും നിങ്ങളെ തന്നെ തരം താഴ്ത്തി സംസാരിക്കരുത്. സ്വയം സ്നേഹിക്കുന്നവനെ മാത്രമേ ലോകം സ്നേഹിക്കൂ. ഇനി 10ാമത്തെ നിയമം, നിങ്ങളുടെ കാര്യങ്ങൾ രഹസ്യമാക്കി വയ്ക്കുക. എല്ലാവർക്കും അറിയാവുന്ന ഒരു പുസ്തകം ആരും അത് രണ്ടാമത് വായിക്കാൻ ശ്രമിക്കില്ല. അതിലൂടെ മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള കൗതുകം വർദ്ധിക്കുകയും ചെയ്യും. കുറച്ച് സംസാരിക്കുകയും കൃത്യമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്കാണ് എപ്പോഴും എല്ലാവരും വില നൽകുന്നത്. ഈ 10 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കുക. മാറ്റം പെട്ടെന്നുണ്ടാകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഓരോ ദിവസവും നിങ്ങൾ കൂടുതൽ ആകർഷകരമായ ഒരു വ്യക്തിയായി മാറും. ഇതിലേത് പോയിന്റാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി കൃഷ്ണ മൈൻഡ് ബാത്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും കാണാം.